ഓം ഭദ്രവൽക്കമ്മ ശരണം. നമ്മളിന്ന് ഗുരുപാദത്തിലാണ് ഇരിക്കുന്ന സർവജ്ഞപീഠത്തിൽ. ഗുരുവിൻ്റെ മഹാ അനുഷ്ഠാനത്തോടൊപ്പം തപസ്സിൻ്റെ അത്യുഗ്ര മഹാശക്തിയോട് ഗുരുവിനോടൊപ്പം വന്ന മഹാശക്തിയാണ് ലോകമാത ആദി പരാശക്തി മൂകാംബിക ദേവിയായി ഇന്ന് മൂകാംബികയിൽ സ്ഥിതി ചെയ്യുന്നത്, കുട്ടികൊള്ളുന്ന മഹാശക്തി. പക്ഷെ അമ്മയുടെ അടുത്ത് അമ്മ വിളിക്കാത്ത ഒരു ഭക്തനും ഇന്നേ വരെ എത്തപ്പെടുവാൻ സാധിച്ചിട്ടില്ല എന്ന പരമമായ സത്യത്തെ ഒരു ഭക്തനും മനസ്സിലാക്കാൻ സാധ്യമാകുന്നില്ല. ആരൊക്കെ അമ്മയെ കാണണം, മൂകാംബികയ്ക്ക് വരണം, സർവജ്ഞപീഠത്തിൽ എത്തണമെന്ന് വിചാരിച്ചാലും ഒരിക്കലും എത്തപ്പെടാൻ പറ്റത്തില്ല. ഗുരു ഇവിടുന്ന് നിർദ്ദേശിക്കുന്ന ആൾക്കാരെ മാത്രമേ അമ്മ ഗുരുവിലോട്ട് അറിയിക്കും. ആ മകനെ എൻ്റെ പാദത്തിൽ എത്തിക്കണം എന്ന് പറയുമ്പോൾ മാത്രമാണ് ഒരു മകൻ പൂർണ്ണമായി ഗുരുപാദത്തിലും മൂകാംബി അമ്മയുടെ തൃപ്പാദത്തിലും എത്തപ്പെടുന്നത്. എല്ലാവർക്കും എത്തപ്പെടുവാനുള്ള ഐശ്വര്യം ഗുരു തെരുമാറാട്ടെ, അമ്മ തെരുമാറാട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ഗുരുവിൻ്റെയും പരമ്പൊരുളായ പരാശക്തിയുടെയും പാതാരവിന്ദങ്ങൾ മൂകാംബികയുടെയും തൃപ്പാദം സമർപ്പിക്കുന്നു. ഓം ഭദ്രവിളക്കമ്മേ ശരണം.